കൊടുവള്ളി മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ അനീഷിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയെന്ന് മുനിസിപ്പൽ ചെയർമാൻ വെള്ളറ അബ്ദു. തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനാണ് ആത്മഹത്യ ചെയ്തത്. സമ്മർദ്ദം കാരണമാണ് ആത്മഹത്യയെന്നും അന്വേഷണം വേണമെന്നും വെള്ളറ അബ്ദു ആവശ്യപ്പെട്ടു. വൈകുന്നേരം 6 മണിക്ക് ഓഫീസിൽ നിന്ന് പോകുന്ന അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം തുടർച്ചയായി 2 ദിവസങ്ങളിൽ 11:30 വീട്ടിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം 2 ദിവസം ലീവ് എടുത്തു. 3-ാമത്തെ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ വോട്ട് മാറ്റുന്നതിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലോഗിൻ മറ്റാരോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയുള്ള മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒരു നിരപരാധി ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലേക്ക് കൊടുവള്ളിയിലെ മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ വിശദാംശങ്ങൾ, അപ്ഡേഷൻ. ഇന്ന് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പറയാൻ വേണ്ടിയായിരുന്നു UDF-ന്റെ ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചത്. അതിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, അതുപോലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ, അതുപോലെ തന്നെ കൊടുവള്ളി നഗരസഭ ചെയർമാൻ വെള്ളറ അബ്ദു, ഇത്രയും നേതാക്കൾ, അതുപോലെ KC അബു തുടങ്ങിയ നേതാക്കളുണ്ടായിരുന്നു. അതിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് കൊടുവള്ളി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇന്ന് പറഞ്ഞത്. അതിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ നിർബന്ധിതനായതിൻ്റെ സമ്മർദ്ദത്തിൽ ഒരു ജീവനക്കാരൻ, അതായത് ഈ കൊടുവള്ളി നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം. അജീഷ് 19-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ അജീഷിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം ഈ തൻ്റെ ID ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ വോട്ടർ പട്ടികയിലെ പേരുകൾ നീക്കം ചെയ്യൽ, കൂട്ടിച്ചേർക്കലിനെല്ലാം തന്നെ ID ഉപയോഗിച്ചുകൊണ്ട് വേണം ലോഗിൻ ചെയ്യാൻ. ആ ലോഗിൻ ഓഫീസ് സമയത്തിന് ശേഷം മറ്റാരോ ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം. ഇതിൻ്റെ സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ എന്നും 5:30 മണിക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങിയ ആൾ വീട്ടിലെത്തിയത് 11:30 മണിക്കാണ്. അതിനുശേഷം പുറത്തെവിടെയോ വെച്ച് ഈ ലോഗിൻ നടന്നു. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നടത്താൻ ഇയാൾ നിർബന്ധിതനായി. അതിൻ്റെ സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഉന്നത തലത്തിലുള്ള അന്വേഷണം ഇതിൽ വേണമെന്ന ആവശ്യവുമായാണ് UDF നേതാക്കൾ രംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇടതുമുന്നണിയെ തന്നെയാണ്. കാരണം ഇടതുമുന്നണിയുമായി ബന്ധമുള്ളവരാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട്, അത് തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാതികൾ നൽകാൻ വേണ്ടി തയ്യാറാകുന്നു. കോടതിയിലേക്ക് പോകും, ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് UDF നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.